താങ്ക് യു. വിശ്വാസത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കോഴിക്കോട് നോർത്തിലെ LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ. താനൊരു തികഞ്ഞ വിശ്വാസിയാണ്. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വോട്ടർമാർ പ്രചാരണത്തിൽ ഉന്നയിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ന്യൂസ് ഏജന്റിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്കൊപ്പം തോട്ടത്തിൽ രവീന്ദ്രനുണ്ട്, കോഴിക്കോട് നോർത്തിലെ സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യ ഞായറാഴ്ച എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമല്ലോ. അപ്പോൾ കൂടുതൽ ആളുകളെ പള്ളികളിലും മറ്റുമൊക്കെ പോയാൽ രാവിലെ കാണാൻ കഴിയുന്ന സാഹചര്യം. നോമിനേഷൻ നൽകിയിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച ഇന്നലെയാണല്ലോ നോമിനേഷൻ നൽകിയിട്ടുള്ളത്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ്, അതാണ് ശരിയായ നടപടി. അതാണ് കാരണം അവർക്കും സംസാരിക്കാൻ പറ്റും, നമുക്കും സംസാരിക്കാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുടെ ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. അല്ലാതെ ഇപ്പം നമ്മൾ മൈക്കിലോ അല്ലെങ്കിൽ പൊതുയോഗത്തിലോ പ്രസംഗിക്കൊന്നും വേറെ ആൾ ചോദ്യമില്ലല്ലോ. അതിനൊക്കെ ഉള്ളൊരവസരം നേരിൽ കാണാനും നേരിൽ സംസാരിക്കാനുള്ള, പിന്നെ ഒട്ടുമിക്ക ആളുകളെ ഞാൻ നേരിട്ട് അറിയുന്നതാണ്. ഞാൻ ഇന്നകാലത്ത് തന്നെ ഇപ്പോൾ ചെറിയ കാലയളവിലല്ലല്ലോ ഞാൻ വന്നിട്ടുള്ളത്. പരമാവധി വോട്ടർമാരെ കണ്ട് അഭ്യർത്ഥിക്കാം നമ്മൾ വോട്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് കാര്യങ്ങൾ, ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ടോ? നല്ല പ്രതികരണം. അതിൽ ഞാൻ അവരെ അറിയൂ, അതാണ് എനിക്ക് ഭൂരിഭാഗം ആളുകളിൽ നിന്ന്. നഗരമായതുകൊണ്ട് കുറച്ചൊക്കെ ആളുകൾ പുതിയത് വന്നും പോയി കൊണ്ടിരിക്കും. അതിങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ സ്വാഭാവികമാണല്ലോ ഇങ്ങനത്തെ. പക്ഷെ അതൊഴിച്ചിട്ട് ബാക്കി മുഴുവൻ ആളുകളെയും ഒരുവിധ ആളൊക്കെ ഞാൻ അറിയാം. സ്ഥലങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നു. ഒരു മുക്കും മൂലയും ഞാൻ അറിയാത്തില്ല. ഈ ശബരിമല മല പോലുള്ള കാര്യങ്ങളൊന്നും താങ്കളോടൊന്നും ആരും ഉന്നയിക്കുന്നില്ലായിരിക്കില്ല. ഇനി അവർക്കറിയാലോ ഞാൻ ഒരു വിശ്വാസിയാണെന്നുള്ളത്. അതൊന്നും നിലയുള്ളതല്ലല്ലോ. ഇക്കാര്യത്തിൽ എന്നോ ഒരു കൃത്യമായ നിലപാടുണ്ട്. കൃത്യമായ നിലപാട്, അതിനൊന്നും ഒരു കോംപ്രമൈസ് എനിക്കല്ല. വിശ്വാസത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെയല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിശ്വാസിയാണെന്നുള്ളത് നാട്ടിലെല്ലാവർക്കും അറിയാം. അതിലൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. എന്നോട് ആരും അങ്ങനെ ചോദിക്കൂല, പറയൂല. അവർക്കറിയാം ഞാൻ ആരാണ്. ഈ മത്സരത്തിൻ്റെ ഒരു കടുപ്പം കൂടുന്നുണ്ടോ മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച്? ഈ സ്ഥാനാർത്ഥികളൊക്കെ ആയി അല്ല, അതിൻ്റെ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നോമിനേഷനൊക്കെ കൊടുക്കുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്നെ കുറേ ദിവസങ്ങൾ കുറവായതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു 4 ദിവസം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് കുറച്ചും കൂടെ ശക്തിപ്പെടും. എന്നാലും നിലവിൽ അനുകൂലമാണ് അല്ലേ? നിലവിൽ കാര്യങ്ങളൊക്കെ അതെ 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 അതെ. എന്തായാലും നിലവിൽ കാര്യങ്ങളൊക്കെ ഭദ്രമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു പ്രചാരണത്തിന്റെ കാഠിന്യത്തിലേക്ക് പോകുന്നില്ല. ഒപ്പം വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ ആരും ചോദിക്കുന്നില്ല. താനൊരു കടുത്ത വിശ്വാസിയാണ് എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആരും ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നില്ല എന്നാണ് തോട്ടത്തിൽ പറയുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിശ്വാസികളെ അദ്ദേഹം നേരിട്ട് കണ്ട് വോട്ട് തേടുന്നത് നമുക്ക് കാണാൻ കഴിയും. ആളുകളെയൊക്കെ വളരെ പരിചിതനായ ഒരു ആൾ കൂടിയാണ് തോട്ടത്തിൽ രവീന്ദ്രൻ. കോർപ്പറേഷൻ്റെ മേയറായും ഒപ്പം കൗൺസിലറായും ഒക്കെ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ആളാണ്. ഇതിനുശേഷമാണ് കഴിഞ്ഞ തവണ നോർത്ത് മണ്ഡലത്തിൽ നിന്നും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2ാം അവസരമാണ് പാർട്ടി അദ്ദേഹത്തിന് നൽകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഞായറാഴ്ച ദിനത്തിലെ പ്രചാരണം വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മിക്ക സ്ഥാനാർത്ഥികളും പള്ളികളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയും ചെയ്യുന്നത്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.